എല്ലാവരും ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിന് പറയുകയാണ്. ഒരുപാട് ഫണ്ടഡ് ഫേംസ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ഒരുപാട് ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫണ്ടഡ് ഫേംസ് ഉണ്ട്. ഇപ്പോൾ പ്രോഫം മാച്ച് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറൻറ്റ്ലി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫേംസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പ്രോഫം മാച്ച് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് കമ്പനികളുമുണ്ട്. അപ്പോൾ നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതിൻ്റെ പ്രോപ്പറായിട്ട് അത് ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിന് അവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു ഫേം ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത പല ഫേംസ് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ്, ഈ ഒരു ഫേം നല്ലതാണോ, ഇത് എടുക്കാൻ പറ്റുമോ. അങ്ങനെ ആ ഒരു ഫേമിനെ പറ്റി ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് അത് പ്രോഫം മാച്ച് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. പ്രോപ്പറായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള റിവ്യൂസ് ഇല്ല. ഇങ്ങനെയുള്ളൊരു ഫേം നമ്മൾ എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? കാരണം നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ട് എന്തിനാണ് എടുക്കുന്നത്? അതിൽ നമ്മൾ ട്രേഡ് ചെയ്ത് ഇവാലുവേഷൻ ഫീസും കാര്യങ്ങളെല്ലാം ട്രേഡ് ചെയ്ത് പാസ്സാക്കി എടുത്ത് കുറച്ച് കാലങ്ങളോളം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവസാനം പാസ്സായതിനു ശേഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടാത്ത, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു $1,000 ആവട്ടെ, അല്ലെങ്കിൽ $5,000 ആവട്ടെ, അല്ലെങ്കിൽ $10,000 ആവട്ടെ, ഇത്രത്തോളം എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്തിനാണ് നമ്മളെ സമയം കളയുന്നത്? അതിപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ഗിവ് അവേസ് നടക്കുന്നുണ്ട്. ഫണ്ടഡ് അക്കൗണ്ട് ഗിവ് അവേ എന്നുള്ള രീതിയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഗിവ് അവേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുന്ന സമയത്താണെങ്കിലും, അത് നല്ലൊരു ഫേം ആണെങ്കിൽ മാത്രമേ നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങൾ വെറുതെ കിട്ടുന്നൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വെറുതെ അതിന് വേണ്ടിയിട്ട് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് 1 മന്തും അല്ലെങ്കിൽ 2 മന്തും 3 മന്ത്സും അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് പാസ്സാവാനും അല്ലെങ്കിൽ അത് പാസ്സായതിനു ശേഷം പേ ഔട്ട് എടുക്കാനും കുറച്ച് കാലത്തൊരു പ്രോസസ്സാണത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം വിനിയോഗിക്കരുത്. അത് ഫ്രീ ആയിട്ട് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു അക്കൗണ്ട് കിട്ടുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്തും പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രാക്ക് റെക്കോർഡും അതേപോലെ തന്നെ റിവ്യൂസും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു അക്കൗണ്ട് ചൂസ് ചെയ്യുക.